11 വയസ്സുകാരി ശ്രീഭൂമികയുടെ ജീവിത സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ സുമനസുകൾ കനിയണം. ശ്രീഭൂമികയെ യഥാർത്ഥ ജീവിതത്തിലേക്ക് എത്തിക്കാനായി സുമനസുകളുടെ സഹായം തേടുകയാണ് പിതാവ് ചന്ദ്രൻ. പൂർണ്ണ വളർച്ചയെത്താതെ ജനിച്ച ശ്രീഭൂമികയുടെ തലച്ചോറിലെ രക്തക്കുഴലുകൾക്കുണ്ടായ തകരാറാണ് കുഞ്ഞു ജീവിതത്തിന്റെ താളം തെറ്റിച്ചത്. വർക്ക്ഷോപ്പ് ഉടമയായിരുന്ന കുത്തന്നൂർ ചിമ്പുകാട് പുത്തൻകുളം വീട്ടിൽ ചന്ദ്രൻ വർക്ക്ഷോപ്പും കിടപ്പാടവും വിറ്റും കടം വാങ്ങിയും ചികിത്സിച്ചെങ്കിലും അസുഖം പൂർണ്ണ തോതിൽ ഭേദമായില്ല. ഇപ്പോൾ 11 വയസ്സ്. നമ്മൾ ആദ്യം ചികിത്സ തുടങ്ങിയത് പാലക്കാടായിരുന്നു. പാലക്കാട് നമ്മൾ ചികിത്സ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ SIT തിരുവനന്തപുരം ഹോസ്പിറ്റലായിരുന്നു ബ്രെയിനിൻ്റെ ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത്തേത് അരവിന്ദ് ഹോസ്പിറ്റൽ കണ്ണൂർ. മൂന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് ഷോപ്പിംഗ് ആയിരുന്നു. കുട്ടി ഇപ്പോൾ നടക്കില്ല, സംസാരിക്കില്ല. ഇപ്പോൾ ഒരു 70% 60% ആയിട്ടുണ്ട്. നേരത്തെ കണ്ണുകാഴ്ച ഇല്ലായിരുന്നു, ഇപ്പോൾ ഒരു 50% കണ്ണുകാഴ്ച കിട്ടുന്നു. അപ്പോൾ നമ്മൾക്ക് ഇനി തുടർ ചികിത്സ കൊണ്ടുപോകും. ഇപ്പോൾ നമ്മൾ 30 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. നമ്മൾ വാടക വീട്ടിലാണ് താമസം. സ്വന്തം സ്ഥലം ഉണ്ടായിരുന്നു, അതിട്ട് ഇപ്പോൾ കുട്ടി തുടർ ചികിത്സ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ കുട്ടി തുടർ ചികിത്സ ചെയ്യാനും കുട്ടിയെ ഇനി അടുത്ത ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പോകുന്നത് തിരുനെല്ലി ഹോസ്പിറ്റലാണ് ചെയ്യാൻ പോകുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി 6 മാസം കൊണ്ട് നടന്നാൽ അത്രയും നല്ലത്. 1 വർഷമായി കഴിഞ്ഞാൽ അത്രയും നമ്മളവിടെ ഇരുത്തി ചികിത്സിക്കും. അവിടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് 1 മണിക്കൂർ ട്രീറ്റ്മെൻറ്റ് തരിക ഒരു ദിവസം. നമ്മൾ വലിയ റൂം എടുത്ത് താമസിക്കണം, ഫാമിലിയായിട്ട് അവിടെ താമസിക്കണം. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളില്ല. കാരണം ഈ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തികത്തിലല്ല. അങ്ങനെ ഒരു വർഷാപ്പണിക്കായിരുന്നു, വർഷാപ്പണി വിറ്റു. ഒരു ഹോട്ടലിൻ്റെ മോളിൽ വെച്ചിട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു മോനുണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ വൈഫുണ്ട്, വൈഫിന് ഷുഗർ കംപ്ലൈൻ്റ്. വർക്ക്ഷോപ്പ് വിറ്റ് ഹോട്ടൽ പണിയെടുത്താണ് ചന്ദ്രൻ മകളുടെ ചികിത്സയും നോക്കുന്നത്. നഷ്ടപ്പെട്ട കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ തുടങ്ങിയതും കൈകാലുകൾക്ക് ബലം വെച്ച് തുടങ്ങിയതും ചന്ദ്രനും കുടുംബത്തിനും ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്നാൽ ശ്രീഭൂമികയുടെ തുടർ ചികിത്സയ്ക്ക് 20 ലക്ഷത്തിലധികം രൂപ വേണ്ടിവരുമെന്ന ഡോക്ടർമാരുടെ അറിയിപ്പാണ് ചന്ദ്രനെയും പ്രമേഹ രോഗിയായ ചിത്രയെയും തളർത്തുന്നത്. സന്മനസ്സുള്ളവർ ചന്ദ്രനെയും കുടുംബത്തെയും ചേർത്തുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചന്ദ്രൻ. UTV ന്യൂസ്, പാലക്കാട്.